ഗോൺസാലോ റാമോസിൻ്റെ ഒരു ഗംഭീര റാഫിലിയായുടെ പക്ക ഒരു ക്രോസ് തന്നെയായിരുന്നു അത്. ഒരു താഴ്ന്നിറങ്ങുന്ന ഒരു ബോള് അതിൽ കൃത്യമായി, അതായത് ജോസ് ഗാർഡിയോളടക്കം 2 ഡിഫൻഡേഴ്സ് ഗോൺസാലോ റാമോസിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് അദ്ദേഹം ചാടി, അതായത് ഏറെക്കുറെ ഹൈറ്റ് നോക്കുമ്പോൾ ജോസ് ഗാർഡിയോളാണ് കുറെ കൂടി ഹൈറ്റ് ഉള്ളത്, പക്ഷേ അതിൽ നിന്ന് ചാടി കൃത്യമായ പൊസിഷനിലേക്ക് ഗോൺസാലോ റാമോസ് ഗോൾ കണ്ടെത്താണ്. എന്തുകൊണ്ട് പോർച്ചുഗലിൻ്റെ ഒരു പെർഫെക്റ്റ് നമ്പർ 9 താനാണെന്ന് കൃത്യമായിട്ട് തെളിയിക്കുന്ന, എന്തുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി പ്ലേയിങ് ടൈം കൊടുക്കണമെന്ന് എല്ലാവരും പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ആ ക്രൂഷ്യൽ ഗോൾ തന്നെയായിരുന്നു. അതിനുശേഷം നേരത്തെ അനുപേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഗോള് വരുന്നു, അത് മുടിനാരിഴ വ്യത്യാസത്തിന് എന്നൊക്കെ പറയുന്ന പോലെ അത് രണ്ടാമത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ശരിക്ക് അദ്ദേഹത്തിൻ്റെ മുടിയിൽ തട്ടി എന്നുള്ളതാണ്, തലയിൽ തട്ടി എന്നുള്ള, മുടിയിൽ തട്ടി എന്നുള്ളതാണ്. പിന്നീട് പോർച്ചുഗൽ താരത്തിൻ്റെ ഷോൾഡറിൽ തട്ടിയിട്ടാണ്, പുറത്ത് തട്ടിയിട്ടാണ് അത് ഒരു ഗോളിലേക്കുള്ള ശ്രമം നടത്തുന്നത്. ഒരുപാട് വാർച്ചക്കിനതിനൊക്കെ ശേഷം അത്രമാത്രം ഒരു മൊമെൻറ്റിന് ശേഷമാണ് പിന്നീട് അത് ആ ഗോള് നിഷേധിക്കപ്പെടുന്നത്. അങ്ങനെ 2-1 ഒരു വിജയവുമായിട്ട് പോർച്ചുഗൽ കയറാണ്. പോർച്ചുഗൽ നോക്കുമ്പോൾ 3 ഓൺ ടാർഗറ്റ് ഷോട്ടാണ് അവർ അടിച്ചിട്ടുള്ളത്. പക്ഷേ മറുവശത്ത് 7 ടാർഗറ്റ് ഷോട്ടുകൾ ക്രൊയേഷ്യക്ക് ഉണ്ടായിരുന്നു. പൊസിഷൻ നോക്കുമ്പോൾ 62% പൊസിഷന് പോർച്ചുഗലിനുണ്ട്, അപ്പുറത്ത് 38 ഉള്ളൂ. പക്ഷേ ഒരു നമ്മൾ ഈ ഒരു വിജയതൃഷ്ണ എന്നൊക്കെ പറയുമല്ലോ, അത് കൃത്യമായിട്ട് കാണിച്ചത് ക്രൊയേഷ്യ തന്നെയായിരുന്നു. അതിൽ തന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് അവരുടെ ലൂക്ക മോഡ്രിച്ച് എന്നുള്ളൊരു ലെജൻഡറി താരത്തിൻ്റെ ഒരു പെർഫോമൻസ് തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് 40 ഇപ്പോഴും 20 എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ, അദ്ദേഹത്തിൻ്റെ കീ പാസുകൾ, പെനട്രേറ്റഡ് പാസുകൾ എല്ലാം എന്ത് ഗംഭീരമായിട്ടാണ് അദ്ദേഹം നൽകുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ശരിക്കും ഈ ഒരു മത്സരത്തിൽ ക്രിസ്ത്യാനോ അല്ലെങ്കിൽ മോഡ്രിച്ച് രണ്ടിലൊരു ഇതിഹാസം, ഒരു ലെജൻഡിന്റെ പടിയിറക്കമായിരുന്നല്ലോ. അത് മോഡ്രിച്ചിൻ്റെതായി. അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി തന്നെ ആ ഗോളൊക്കെ നിശ്ചയിച്ച സമയത്ത് വിഷമത്തോടെ തന്നെ അദ്ദേഹത്തെ കാണുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു മൊമെന്റ് തന്നെയായിരുന്നു അദ്ദേഹം പോകുന്നു എന്നുള്ളത്.